ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉത്തരം എഴുതുന്ന കേന്ദ്ര ഗവൺമെൻറ് സർവീസ് പരീക്ഷകളിൽ അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളുടെ ശ്രദ്ധക്കായിട്ട് ചില പ്രധാനപ്പെട്ട ഡേറ്റുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ആ ഡേറ്റുകൾ വളരെയധികം പ്രയോജനം ചെയ്തേക്കാം. കാരണം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ഡേറ്റ് 1946 ജൂലൈ ആണ്. അന്നാണ് ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലേക്കുള്ള ആദ്യത്തെ ഇലക്ഷൻ നടക്കുന്നത്. 1946 ജൂലൈയിലാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലേക്കുള്ള ഇലക്ഷൻ നടക്കുന്നത്. പിന്നെ 1946 ഡിസംബർ 6-നാണ് ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി നിലവിൽ വരുന്നത്. നിയമനിർമ്മാണ സഭ, ഇന്ത്യൻ ഭരണഘടന നിർമ്മിക്കുന്ന സഭ 1946 ഡിസംബർ 9 നിങ്ങൾ ഓർത്തിരിക്കണം. അന്നാണ് ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ നിയമനിർമ്മാണ സഭയുടെ ആദ്യത്തെ മീറ്റിംഗ് നടക്കുന്നത്. അന്ന് ഒരു ഇൻട്രീം പ്രസിഡൻറ്റ് എന്ന നിലയിൽ സച്ചിദാനന്ദ സിൻഹയാണ് തിരഞ്ഞെടുക്കുന്നത്, ഒരു താൽക്കാലിക പ്രസിഡൻ്റ് എന്ന നിലയിൽ. അതിനുശേഷം 1946 ഡിസംബർ 11 ഈ സഭ വീണ്ടും ചേർന്ന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ അതിൻ്റെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുത്തു. 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു അവിടെ ഒരു റെസല്യൂഷൻ കൊണ്ടുവരികയാണ്. ആ റെസല്യൂഷനിൽ ഈ അസംബ്ലിയുടെ എയിം എന്താണ് എന്ന് അന്നാണ് പറയുന്നത്. അതായത് ഇന്ത്യക്ക് വേണ്ടി ഒരു ഭരണഘടന എഴുതി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ എയിം എന്ന റെസല്യൂഷൻ പ്രമേയം അവിടെ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. 1946 ഡിസംബർ 13. അടുത്തത് 1947 ജാനുവരി 22. 1947 ജനുവരി 22 ഈ നെഹ്റുവിൻ്റെ റെസല്യൂഷൻ ആ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി പാസ്സാക്കി. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ഡേറ്റാണ് 1947 ഓഗസ്റ്റ് 14, സ്വാതന്ത്ര്യം കിട്ടുന്നതിൻ്റെ തലേ ദിവസം. അന്നെന്ത് സംഭവിച്ചു? ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ഒരു യോഗം ചേർന്നു. ആ യോഗത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ത്യ വിഭജനത്തിന് ശേഷമുള്ള ആദ്യ യോഗം എന്ന് പറയാം. അതായത് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് വിഭജനം നടന്ന ശേഷം ഇന്ത്യക്കാർ മാത്രം ഉൾപ്പെടുന്ന കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ യോഗം നടന്നത് 1947 ഓഗസ്റ്റ് 14. പിന്നെ 1947 ഓഗസ്റ്റ് 15 ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ആയിട്ട് മാറി. മനസ്സിലായല്ലോ? അത്രയും നാൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ അണ്ടറിലായിരുന്നു. 1947 ഓഗസ്റ്റ് 15 ശേഷമാണ് ഇൻഡിപെൻഡൻ്റ് ആയത് ഇന്ത്യ. അപ്പോൾ 1947 ഓഗസ്റ്റ് 15 ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അഥവാ നിയമനിർമ്മാണ സഭ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായിട്ട് ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ചെയ്യപ്പെട്ടു. പാകിസ്ഥാൻ സെപ്പറേറ്റ് ആയിട്ട് അതിൽ നിന്ന് മാറി. പാകിസ്ഥാൻ്റെ മെമ്പേഴ്സും അതിൽ നിന്ന് പോയി.